ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും ഭക്തവത്സലനായ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിവപുരാണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് സ്വാമി അദ്വൈതാനന്ദപുരി. പ്രസിദ്ധീകരണം ആർഷശ്രീ പബ്ലിഷിംഗ് കമ്പനി, തിരുവനന്തപുരം. ഓഡിയോ കൃഷ്ണകുമാരി. ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം നമഃ ശിവായ. മാർക്കണ്ഡേയൻ്റെ കഥ. വളരെ കാലങ്ങൾക്ക് മുൻപ് മൃഗണ്ഡു എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു മുനിയുണ്ടായിരുന്നു. സൽസ്വഭാവിയും പരമ ശിവഭക്തനുമായിരുന്നു അദ്ദേഹം. പക്ഷേ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് സന്തതിയുണ്ടായില്ല. ഒരു കുഞ്ഞിക്കാല് കാണുവാനുള്ള ആഗ്രഹം സഫലമാകാത്തതിൽ അദ്ദേഹം വളരെ ദുഃഖിച്ചു. പലവിധ നേർച്ചകളും വഴിപാടുകളും നടത്തിയെങ്കിലും ആഗ്രഹിച്ച പോലെ സന്താന സൗഭാഗ്യം ഉണ്ടായില്ല. ഒടുവിൽ തൻ്റെ മാനസ കോവിലിൽ വർഷങ്ങളായി വിരാജിച്ചിരുന്ന ശ്രീ പരമേശ്വരനെ തപസ്സു ചെയ്ത് വരപ്രസാദമായി സന്താനലബ്ധി കൈവരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. നീണ്ട നാളത്തെ കഠിന തപസ്സിൽ സംപ്രീതനായി തീർന്ന ശ്രീ പരമേശ്വരൻ മൃഗണ്ഡുവിന് ദർശന സൗഭാഗ്യം നൽകാനായി സാന്നിധ്യം കൊണ്ടു. തൻ്റെ ഭക്തൻ്റെ ദുഃഖത്തിന് പരിഹാരം കാണുന്നതിനായി പ്രത്യക്ഷപ്പെട്ട ശ്രീ പരമേശ്വരൻ മുനിയോട് ചോദിച്ചു: ഹേ മൃഗണ്ഡുക, നിന്റെ ആഗ്രഹം നാം അറിയുന്നു. നിന്റെ ഭക്തിയിൽ നാം സന്തോഷവാനാണ്. ഒരു സന്താനഭാഗ്യം ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ നീ നമ്മെ തപസ്സു ചെയ്തത്. അതിനാൽ നാം നിന്റെ ആഗ്രഹം സഫലമാക്കുന്നതാണ്. അങ്ങയ്ക്ക് 16 വയസ്സുവരെ ജീവിച്ചിരിക്കുന്ന ഒരു ഉത്തമ ഗുണസമ്പന്നനായ പുത്രനെ വേണോ, അതോ സുദീർഘകാലം ജീവിച്ചിരിക്കുന്ന ദുരാചാരിയായ ഒരു പുത്രനെയാണോ വേണ്ടത്? താങ്കൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പുത്രനെ നൽകാൻ നാം ഒരുക്കമാണ്. വിശ്വശില്പിയായ ശംഭുവിൻ്റെ ചോദ്യം കേട്ട മൃഗണ്ഡു വിനയാന്വിതനായി പറഞ്ഞു: ഭഗവാനെ, ലോകേശ്വര, അവിടുത്തെ അപാര കൃപയ്ക്ക് ഞാൻ അർഹനാണെങ്കിൽ എനിക്കൊരു ഉത്തമ പുത്രനെ നൽകി അനുഗ്രഹിച്ചാലും. ഭക്തവത്സലനായ ഭഗവാൻ മുനി ആവശ്യപ്പെട്ട പ്രകാരം വരം നൽകി അനുഗ്രഹിച്ച ശേഷം അവിടെ നിന്നും അപ്രത്യക്ഷനായി. മുനി ആശ്രമത്തിൽ ചെന്ന വിവരങ്ങളെല്ലാം ഭാര്യയോട് പറഞ്ഞു. പരബ്രഹ്മം ആകാരം പൂണ്ട ശ്രീ ശങ്കരൻ്റെ അനുഗ്രഹത്താൽ മൃഗണ്ഡുവിൻ്റെ പത്നി ഗർഭിണിയായി. യഥാകാലം ഉത്തമ ലക്ഷണങ്ങളുള്ള ഒരു ഉത്തമ പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. അതീവ തേജസ്വിയായ ആ ബാലന് മാർക്കണ്ഡേയൻ എന്ന് നാമകരണം ചെയ്തു. മാതാപിതാക്കളുടെ സാത്വിക ഗുണങ്ങൾ പുത്രനിലും വിടരാൻ തുടങ്ങി. കുട്ടിക്കാലം മുതൽ തന്നെ അവനിൽ ഈശ്വരവിശ്വാസം വേരൂന്നിയിരുന്നു. ഉത്തമ ലക്ഷണങ്ങൾ അവനിൽ പ്രകാശിച്ചു നിന്നു. നിത്യവും ശിവക്ഷേത്രത്തിൽ പോയി പൂജ നടത്തുക എന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ബാല്യത്തിൽ തന്നെ മാർക്കണ്ഡേയൻ വേദശാസ്ത്രങ്ങളിലും ദർശനങ്ങളിലുമെല്ലാം പാണ്ഡിത്യം നേടി. ഗുരുജനങ്ങൾക്കെല്ലാം അവൻ്റെ ബുദ്ധിവൈഭവത്തിലും പാണ്ഡിത്യത്തിലും വളരെ അഭിമാനം തോന്നി. വളരെ വേഗം തന്നെ മാർക്കണ്ഡേയൻ മഹാനായ ഒരു തത്വജ്ഞാനിയായി തീർന്നു. ജീവജാലങ്ങളും അസ്ഥിരതയെക്കുറിച്ചും പാപപങ്കിലമായ ഭൗതിക ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയെക്കുറിച്ചും അദ്ദേഹം ചിന്തിച്ചു. ജഗത്തിലെ ജീവിതം ഈശ്വരോന്മുഖമാക്കിയാൽ മാത്രമേ അതിന് അർത്ഥമുള്ളൂ എന്നും ഇന്ദ്രിയസുഖങ്ങൾക്ക് പിന്നാലെ പോകുന്നവരും ധനം മോഹിച്ച് പാപങ്ങൾ ചെയ്യുന്നവരും വാസ്തവത്തിൽ അധമജന്മത്തിൻ്റെ അന്ധകാരത്തിൽ അകപ്പെടുന്നുവെന്നും അദ്ദേഹം ചിന്തിച്ചു. അപൂർവമായ മാനവജന്മത്തെ അമൃതതുല്യമാക്കി മാറ്റാൻ പരമ്പൊരുളായ ശ്രീ പരമേശ്വരൻ്റെ പാദകമലങ്ങൾ മനോക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച അദ്ദേഹത്തിൻ്റെ തിരുനാമം നാവിൽ കുടിയിരുത്തി അദ്ദേഹത്തോടുള്ള പ്രേമം വളർത്തലാണ് ഒരു മനുഷ്യജന്മത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് ബാല്യകാലത്ത് തന്നെ മാർക്കണ്ഡേയൻ മനസ്സിലാക്കി. പക്ഷേ അവൻ അല്പായുസ്സായിട്ടാണ് ജന്മം കൈക്കൊണ്ടിരിക്കുന്നതെന്ന കാര്യം മാതാപിതാക്കൾ അവനെ അറിയിച്ചതേയില്ല. മാർക്കണ്ഡേയൻ വളരും തോറും മാതാപിതാക്കളുടെ ദുഃഖവും ആദിയും അധികരിച്ചു കൊണ്ടിരുന്നു.
തങ്ങളുടെ വാത്സല്യനിധിയായ ഓമനപുത്രൻ്റെ ആയുസ്സിനെ കുറിച്ചോർത്ത് അവർ സദാ ബാഷ്പാകുല നേത്രരായി ജീവിച്ചു പോന്നു. മാർക്കണ്ഡേയൻ്റെ ദീർഘായുസ്സിനു വേണ്ടി വഴിപാടുകളുമായി അവർ കാലം കഴിച്ചു പോന്നു. എങ്കിലും തങ്ങളുടെ ദുഃഖം കാരണം പുത്രൻ അറിയാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. പുത്രൻ്റെ സാമീപ്യം ഉണ്ടാകുമ്പോഴൊക്കെ പുണ്യവതിയായ ആ മാതാവിൻ്റെ കപോലങ്ങളിലൂടെ കണ്ണീർ ഒഴുകുമായിരുന്നു. തന്നെ കാണുമ്പോഴൊക്കെ അമ്മ കരയുന്നതിൻ്റെ കാരണമെന്താണെന്ന് പലപ്പോഴും അവൻ ചിന്തിച്ചു നോക്കിയെങ്കിലും വേദനാജനകമായ ആ യാഥാർത്ഥ്യം അവൻ്റെ സങ്കല്പോദ്യാനത്തിൽ അങ്കുരിച്ചില്ല. അതറിയാൻ അവൻ്റെ മനം ആഗ്രഹിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മാർക്കണ്ഡേയൻ മാതാവിനോട് ചോദിച്ചു, അമ്മേ, അവിടുത്തെ ഉദരത്തിൽ 10 മാസം എന്നെ വഹിച്ച് അസഹനീയമായ വേദന അനുഭവിച്ച് എന്നെ പ്രസവിച്ചതിന് എനിക്ക് അമ്മയോടുള്ള കടപ്പാട് ജന്മജന്മാന്തരം കൊണ്ടും തീർക്കാൻ കഴിയാത്തതാണ്. പക്ഷേ എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഏത് കാരണത്താലാണ് അത് ഉണ്ടാകുന്നതെന്നും എനിക്കറിയില്ല. ദേവീതുല്യയായ പുണ്യമാതാവിൻ്റെ വദനശോഭയും മാനസോദ്യാനത്തിൽ വിടർന്ന നന്മയിലധിഷ്ഠിതമായ സൽചിന്തകളുടെ പരിമളമായി പ്രതിഫലിക്കുന്ന മന്ദഹാസവുമാണ് ഏതൊരു പുത്രനെയും സന്തോഷിപ്പിക്കാൻ പര്യാപ്തമാകുന്നത്. എന്നാൽ എൻ്റെ മാതാവിൽ നിന്നും എനിക്ക് ഇതുവരെ ഇതൊന്നും ലഭിച്ചിട്ടില്ല. മറിച്ച് എന്നെ കാണുന്ന സന്ദർഭങ്ങളിലൊക്കെ അമ്മ വാത്സല്യാതിരേകത്തോടെ എന്നെ മാറോടണയ്ക്കുകയും കരയുകയും ചെയ്യുന്നു. എന്തുണ്ടെങ്കിലും എന്നോട് പറയാൻ ദയ കാണിക്കണം. ഹ്രസ്വമായ ഈ ജീവിതത്തിൽ ഒരു ഉറുമ്പിനു പോലും യാതൊന്നും നഷ്ടപ്പെടുവാനില്ല. ജീവിച്ചിരിക്കുന്ന കാലമത്രയും ലാഭങ്ങളുടെ കണക്കുകൾ മാത്രമേ പറയാനുണ്ടാവുകയുള്ളൂ. പിന്നെന്തിനാണ് അമ്മയെ ദുഃഖിക്കുന്നത്? ഇനി എൻ്റെ ജന്മത്തിൽ എന്തെങ്കിലും ദോഷം വന്നു ചേർന്നേക്കുമെന്ന ചിന്തയാണോ അമ്മയുടെ മനസ്സിനെ വേദനപ്പെടുത്തുന്നതെങ്കിൽ അത് ബുദ്ധിമോശം മൂലം സംഭവിക്കുന്നതാണ്. കാരണം പരമ്പൊരുളും ഭക്തവത്സലനും സർവവ്യാപിയുമായ ശ്രീ ശങ്കര ഭഗവാന്റെ ഭക്തനാണ് ഞാൻ. ആ ആത്മജ്യോതിസിൻ്റെ അനുവാദമില്ലാതെ ഒരു ശക്തിക്കും എന്നെ ഉപദ്രവിക്കുവാൻ കഴിയുകയില്ല. ലോകൈകനാഥനായ ഭഗവാൻ ശംഭുവിൻ്റെ പാദപത്മങ്ങളെ സ്മരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഒന്നും സംഭവിക്കുന്നതല്ല. ഇക്കാര്യത്തിൽ എനിക്ക് ദൃഢമായ വിശ്വാസമുണ്ട്. അതിനാൽ അമ്മയുടെ ദുഃഖകാരണം എന്നോട് പറയുക തന്നെ വേണം. എന്നിൽ നിന്നും എന്തിനാണ് അമ്മ കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നത്? ഇത് ഗുണത്തേക്കാൾ ദോഷമായിരിക്കും ഭാവിയിൽ ഉണ്ടാക്കുന്നത്. അമ്മയുടെ ഈ കണ്ണുനീർ കാണുമ്പോൾ അതിൻ്റെ കാരണമറിയാതെ എൻ്റെ മനസ്സുഴലുകയാണ്. അറിയാതെ അമ്മയ്ക്ക് പൊറുക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ പുത്രൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പു ചോദിക്കുന്നു. എന്തായാലും അമ്മയുടെ ദുഃഖത്തിനുള്ള കാരണം എനിക്കറിയുക തന്നെ വേണം. അമ്മ എന്നോട് സത്യം തുറന്നു പറയുന്നില്ലെങ്കിൽ ഈ ആശ്രമത്തിൽ നിന്നും ഞാൻ ഇന്നു മുതൽ ജലപാനം പോലും സ്വീകരിക്കുന്നതല്ല. ഇത് സത്യം, സത്യം, സത്യം. വാത്സല്യരത്നമായ പുത്രൻ്റെ തത്വത്തിൽ അധിഷ്ഠിതമായ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന ആ പുണ്യമാതാവിൻ്റെ മനതാരിൽ ആശങ്കയുടെ മുകുളങ്ങൾ വിടർന്നു. മാർക്കണ്ഡേയൻ സത്യവ്രതനായതിനാൽ ജലം പോലും പാനം ചെയ്യുകയില്ലെന്ന അവൻ്റെ പ്രതിജ്ഞയ്ക്ക് മാറ്റം വരുത്തുകയില്ല. അതുകൊണ്ട് യാതൊന്നും മറച്ചു വയ്ക്കാതെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന മഹാവിപത്തിനെക്കുറിച്ച് അവനോട് പറയുന്നതാണ് ഉത്തമമെന്ന് ആ സാധ്വി കരുതി. ആശങ്കയും വേദനയും കൂടി കലർന്ന മനസ്സോടെ അവർ പുത്രനോട് പറഞ്ഞു, പുത്രാ, ഒരു മാതൃഹൃദയത്തിൻ്റെ വേദന നിനക്കറിയില്ല. ഒരമ്മയ്ക്ക് പുത്രനോടുള്ള ബന്ധം കാലാതീതമായി നിലനിൽക്കുന്നതാണ്. അച്ഛനമ്മമാർ തന്നെയാണ് പുത്രീപുത്രന്മാരായി ജന്മമെടുക്കുന്നത്. മാതാവിനാണെങ്കിൽ പുത്രനോടുള്ളത് പൊക്കിൾക്കൊടി ബന്ധമാണ്. കൗമാരാവസ്ഥയിൽ തന്നെ ആ ബന്ധം മാതാവിൽ നിന്നും അകലുമെന്നറിഞ്ഞാൽ അമ്മയ്ക്ക് ദുഃഖിച്ച് കരയുവാനല്ലാതെ എങ്ങനെയാണ് സന്തോഷിക്കുവാൻ കഴിയുന്നത്? പുത്ര, ദമ്പതികളായി വർഷങ്ങൾ കാത്തിരുന്നിട്ടും സന്തതിയുണ്ടാകാത്തതിനാൽ നിന്റെ പിതാവ് ശ്രീ ശങ്കരനെ തപസ്സിലൂടെ പ്രത്യക്ഷപ്പെടുത്തി. അല്പായുസ്സായ സൽപുത്രനെ വേണോ, ദീർഘായുസ്സും ദുരാചാരിയുമായ പുത്രനെ വേണോ എന്ന് ഭഗവാൻ ശംഭു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ സൽപുത്രനെ മതി എന്നാണ് നിന്റെ പിതാവ് ആവശ്യപ്പെട്ടത്.
അങ്ങനെയാണ് ഭഗവാന്റെ കൃപയാൽ നീ എൻ്റെ ഉദരത്തിൽ പിറന്നത്. 16 വയസ്സുവരെ നിനക്ക് ആയുസ് നിശ്ചയിച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നു മോനെ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ അമ്മ ഭൂമിയിലുണ്ടാവുകയില്ല. എൻ്റെ പുത്രനോടൊപ്പം എന്നെയും കൂടി യമപുരിയിലേക്ക് കൊണ്ടുപോകാൻ കനിവുണ്ടാകണമെന്ന് ഞാനിപ്പോൾ ജഗദീശ്വരനായ ശ്രീ പരമേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. മാതാവിൻ്റെ ദുഃഖകാരണം അറിഞ്ഞ മാർക്കണ്ഡേയൻ ആശ്വാസവാക്കുകൾ പറഞ്ഞു. അമ്മേ, ദുഃഖം യാതൊന്നിനും പരിഹാരമല്ല. സന്തോഷമാണ് ആഗ്രഹങ്ങളെ സഫലമാക്കാൻ സഹായിക്കുന്നത്. അച്ഛനമ്മമാരെ പോലെ ഈ പുത്രനും ലൗകികമൂർത്തിയും പരബ്രഹ്മസ്വരൂപനുമായ ശ്രീ ശങ്കരനെയാണ് പൂജിക്കുന്നത്. അതിനാൽ ആ പരമ്പൊരുളിനെ പ്രാർത്ഥനയിലൂടെ പ്രീതിപ്പെടുത്തി ഞാൻ മരണത്തെ പരാജയപ്പെടുത്തും. സത്യപ്പൊരുളും ഭക്തവത്സലനുമായ ഭഗവാൻ കൈലാസനാഥൻ തീർച്ചയായും അമ്മയുടെ ഈ പുത്രനോട് കരുണ കാണിക്കും. പരാൽപരനായ ദേവാദിദേവൻ്റെ ഭക്തന്മാരെ മരണത്തിന് എന്തു ചെയ്യാൻ കഴിയും? പുൽക്കൊടി തുമ്പിൽ പോലും വിടർന്നു വിലസുന്ന ചൈതന്യം ആ മഹാപ്രഭുവിൻ്റെ അംശമാണ്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും നിസ്സീമമായ ഭക്തിയിലൂടെയും ഞാൻ ലോകേശ്വരനെ പ്രീതിപ്പെടുത്തി അപൂർവമായ വരദാനം നേടും. കാരുണ്യത്തിൻ്റെ മഹാസാഗരം ഭക്തന്മാർക്കായി തീർക്കുന്ന എൻ്റെ ഹൃദയകമലത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട പാർവതീ വല്ലഭനായ ജഗദീശ്വരൻ്റെ വരപ്രസാദം ലഭിക്കും വരെ ഞാൻ തപസ്സു തുടരും. ഇപ്രകാരം പ്രസ്താവിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച ശേഷം മാർക്കണ്ഡേയൻ സമുദ്രതീരത്തേക്ക് നടന്നു. സമുദ്രതീരത്തെത്തിയ മാർക്കണ്ഡേയൻ മണ്ണുകൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി അതിനെ പൂജിക്കാൻ തുടങ്ങി. അനേകം നാൾ പൂജ ചെയ്ത ശേഷം ശിവലിംഗത്തിൻ്റെ മുന്നിലിരുന്ന് കഠിനമായ നിഷ്ഠയോടെ തപസ്സു ചെയ്യാൻ തുടങ്ങി. കാലം കടന്നുപോയി. മാർക്കണ്ഡേയന് 16 വയസ്സ് തികഞ്ഞു. മരണമുഹൂർത്തം അടുത്തു. യമരാജാവിൻ്റെ കൽപ്പന പ്രകാരം യമകിങ്കരന്മാർ മാർക്കണ്ഡേയനെ കൊണ്ടുപോകാനായി അദ്ദേഹത്തിൻ്റെ ചാരത്തണഞ്ഞു. ധ്യാനനിരതനായി ശിവലിംഗത്തിൻ്റെ മുന്നിലിരിക്കുന്ന മാർക്കണ്ഡേയനോട് യമദൂതന്മാർ പറഞ്ഞു, ഹേ മാർക്കണ്ഡേയ, ഭൂമിയിൽ ജീവിക്കാൻ നിനക്ക് അനുവദിച്ചിട്ടുള്ള സമയം അവസാനിച്ചിരിക്കുന്നു. യമദേവൻ്റെ ദൂതന്മാരായ ഞങ്ങളോട് നിന്നെ യമപുരിയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം കൽപ്പിച്ചിരിക്കുകയാണ്. കാലം അവസാനിച്ചാൽ ഏതൊരു ജീവിയും ഞങ്ങളുടെ സ്വാമിയുടെ കൽപ്പനയ്ക്ക് വിധേയരായി യമലോകത്തിലേക്ക് വരിക തന്നെ വേണം. അതിനാൽ ഞങ്ങൾ നിന്നെ കൊണ്ടുപോകുകയാണ്. യമകിങ്കരന്മാരുടെ വാക്കുകൾ കേട്ട മാർക്കണ്ഡേയൻ പറഞ്ഞു, നിങ്ങൾ യമദൂതന്മാരാണെന്ന കാര്യം എനിക്ക് മനസ്സിലായി. എനിക്ക് ഒരു അപേക്ഷയുണ്ട്. ദയവായി നിങ്ങൾ എൻ്റെ ശിവപൂജയ്ക്ക് മുടക്കം വരുത്തരുത്. ശിവപൂജയിൽ മുഴുകിയിരിക്കുന്ന എന്നെ തൊടുന്നത് പോലും ആപത്താണെന്ന് നിങ്ങൾ അറിയുക. എനിക്കിപ്പോൾ നിങ്ങളോടൊപ്പം വരുവാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരാഗ്രഹം സഫലമാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ശിവപൂജ നടത്തുന്നത്. അത് പൂർണ്ണമാകുന്നത് വരെ മറ്റൊന്നിനും ഞാൻ വഴങ്ങുന്നതല്ല. മാർക്കണ്ഡേയൻ്റെ വാക്കുകൾ കേട്ട യമകിങ്കരന്മാർ മടങ്ങിപ്പോയി യമരാജാവിനെ കണ്ട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. അദ്ദേഹം കോപാകുലനായി പറഞ്ഞു, വെറും കൈയോടെ മടങ്ങി വരുവാനാണോ ഞാൻ നിങ്ങളെ കൽപ്പിച്ചയച്ചത്? മാർക്കണ്ഡേയൻ്റെ കാലാവധി അവസാനിച്ച സ്ഥിതിയിൽ നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കാതെ അവനെ കൊണ്ടുവരേണ്ടതായിരുന്നു. ശരി, നാം തന്നെ നേരിട്ട് പോകാം. തൽക്ഷണം യമരാജൻ മാർക്കണ്ഡേയൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇക്കാര്യമറിഞ്ഞ മാർക്കണ്ഡേയൻ ഇരുകരങ്ങളും കൊണ്ട് ശിവലിംഗത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലാൻ തുടങ്ങി. ഇതു കണ്ട കാലന് അരിശം വന്നു. അതിനാൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഹേ മാർക്കണ്ഡേയ, മരണത്തെ തോൽപ്പിക്കാൻ നീ ആരാ? ഞാൻ യമദേവനാണ്. നിന്റെ തന്ത്രമൊന്നും എൻ്റെ മുന്നിൽ നടക്കുകയില്ല. ഞാനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ? യമൻ ഇപ്രകാരം അട്ടഹാസത്തോടെ പറഞ്ഞപ്പോൾ മറുപടിയൊന്നും പറയാതെ കൈലാസേശ്വരാ, ശ്രീ പരമേശ്വര രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് മാർക്കണ്ഡേയൻ നിലകൊണ്ടു. ഈ സമയം താൻ കർത്തവ്യനിരതനാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചറിഞ്ഞ യമരാജൻ
തൻ്റെ കയ്യിലിരുന്ന മൃത്യുപാശത്തെ മാർക്കണ്ഡേയൻ്റെ നേർക്കെറിഞ്ഞു. യമൻ എറിഞ്ഞ കുരുക്ക് ശിവലിംഗത്തെയും കെട്ടിവരിയാൻ കാരണമായി തീർന്നു. പൊടുന്നനെ ശിവലിംഗത്തിൽ നിന്നും ഭഗവാൻ സദാശിവൻ പ്രത്യക്ഷനായി. തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിലപിക്കുന്ന ഭക്തനെ കൊല്ലാൻ ശ്രമിക്കുന്ന യമദേവനെ ഭഗവാൻ കണ്ടു. അദ്ദേഹം കോപാകുലനായി തൻ്റെ ഉറച്ച ഭക്തനായ മാർക്കണ്ഡേയൻ്റെ നേർക്ക് കാലപാശം എറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ച യമദേവനെ ഭഗവാൻ തൻ്റെ തൃക്കണ്ണിൽ നിന്നും ഉയർന്ന ക്രോധാഗ്നിയിൽ ദഹിപ്പിച്ചു. അന്നു മുതൽ ശിവന് മൃത്യുഞ്ജയൻ എന്നും കാലാകാലൻ എന്നും പേരുകളുണ്ടായി. ഭഗവാൻ മന്ദഹാസത്തോടെയും എന്നാൽ ഗൗരവത്തോടെയും മാർക്കണ്ഡേയനോട് പറഞ്ഞു, ഹേ ഭക്തശിരോമണിയായ മാർക്കണ്ഡേയ, നിന്റെ ഭക്തിയിൽ നാം അതീവ സന്തുഷ്ടനാണ്. അതിനാൽ മരണത്തിനൊരിക്കലും നിന്നെ കീഴടക്കാനാകുകയില്ല. നിനക്കെന്നും 16 വയസ്സ് തന്നെയായിരിക്കും. ഇന്നു മുതൽ നീ ചിരഞ്ജീവിയായിരിക്കും എന്നതാണ്. അപ്രകാരം പ്രസ്താവിച്ച് കാരുണ്യദീപമായ ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ശ്രീ ശങ്കരൻ്റെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ച ശേഷം മാർക്കണ്ഡേയൻ ഭക്ത്യാനുസരണം പറഞ്ഞു, ത്രൈലോക്യനാഥനായ ഭഗവാനെ, അവിടുത്തെ അനുഗ്രഹം മാത്രമാണ് ഈ ദാസനുള്ളത്. അവിടുന്ന് നൽകിയ അപൂർവമായ വരപ്രസാദത്തിന് ഈ ദാസൻ്റെ സഹസ്രകോടി പ്രണാമം. ചിരഞ്ജീവിയായി പുത്രൻ തിരിച്ചു വന്നതിൽ അച്ഛനമ്മമാർ വളരെ സന്തോഷിച്ചു. കാലൻ ദഹിപ്പിക്കപ്പെട്ടതോടെ ലോകത്ത് മരണം സംഭവിക്കാതായിരിക്കുന്നു. അതിനാൽ അത്ഭുതകരമായ ജനപ്പെരുപ്പം സംഭവിക്കുന്നു. സൃഷ്ടികർത്താവ് തൻ്റെ കർമ്മം അവസാനിപ്പിക്കേണ്ട സ്ഥിതി സംജാതമായിരിക്കുന്നു. ഇതോടുകൂടി മാർക്കണ്ഡേയൻ്റെ കഥ എന്ന ഈ ഭാഗം അവസാനിച്ചിരിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.